റെയിൻബോ കേക്ക് ചെയ്യണ സമയത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് എങ്ങനെയാണ് ഞാൻ ഒരുമിച്ച് ഫിനിഷിങ് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗും അതുപോലെ തന്നെ ഞാൻ നോസിൽ എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഓപ്പൺ ആയിട്ടുള്ള ഒരു റൗണ്ട് നോസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആ പൈപ്പിംഗ് ബാഗിൽ വേറൊരു പൈപ്പിംഗ് ബാഗിൽ ഞാൻ കളർ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം ഞാൻ ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് 2 ലെയറായിട്ട് അതുപോലെ ഡെക്കറേഷൻ ചെയ്യുന്നത്. അതിനുശേഷം ആ പൈപ്പിംഗ് ബാഗ് മാറ്റിയിട്ട് നമ്മൾ പിങ്ക് കളറിൻ്റെ പൈപ്പിംഗ് ബാഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ 2 ലെയർ ചെയ്യാൻ നിന്നില്ല, കാരണം അതിൽ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കളേഴ്സിനൊന്നും നമുക്കിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് ഓറഞ്ച് കളർ കൊടുത്തു. കണ്ടില്ലേ, നമുക്ക് എത്ര എളുപ്പത്തിലായതുപോലെ കളേഴ്സ് ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാം. അപ്പം ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കൂടുതൽ കളേഴ്സ് ഒരൊറ്റ നോസിൽ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഈ കളേഴ്സൊക്കെ തന്നെ നമ്മൾ മോൾ ഭാഗത്തും വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്രാവശ്യം ഞാൻ എൻ്റെ മൈൻഡിൽ തോന്നിയിട്ടുള്ളൊരു റെയിൻബോ ഡെക്കറേഷനാണ് ചെയ്തിട്ടുള്ളത്. സ്വന്തം ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് എഴുതിയിട്ടുള്ള ബർത്ത്ഡേ വിഷാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ?